കൃത്യം 2:11 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി. വേദിയിലേക്ക് കയറിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ കൈകൂപ്പി വണങ്ങി. സദസ്സിലുള്ള NDA പ്രവർത്തകർ മോദി മോദി എന്ന് വിളിച്ച് പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകി. സ്ഥാനാർത്ഥികളുടെ വക ഉപഹാരം പ്രധാനമന്ത്രിക്ക്. ശരണം വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങി. ഇക്കുറി കേരളത്തിൽ താമര വിരിയും, 2 അക്ക സീറ്റ് ലഭിക്കും. इस बार केरला में कमल खिलने जा रहा है. 40 മിനിറ്റ് നേരം പ്രധാനമന്ത്രി വേദിയിലുണ്ടായിരുന്നു. ശേഷം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിയെയും കാത്തുകിടക്കുന്ന ഹെലികോപ്റ്റർ ലക്ഷ്യമാക്കി വാഹനവ്യൂഹം പുറപ്പെട്ടു. പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തിയ സന്തോഷത്തിൽ പ്രവർത്തകരും. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായിരിക്കും അതിൻ്റെയായിട്ടുള്ള ആവേശം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പത്തനംതിട്ടയിലേക്കുള്ള സന്ദർശനം ശരിക്കും പറഞ്ഞാൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു MP-യുടെ വർക്ക് എന്ന് പറയുന്നത് ബസ് സ്റ്റേഷനും ഹൈമാസ്റ്റ് ലൈറ്റുകളും മാത്രമല്ല, ഇഷ്ടം പോലെ കേന്ദ്ര പദ്ധതികളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. അന്നേരം അത് കേന്ദ്രത്തിലൂടെ അനിലിലൂടെ പത്തനംതിട്ടയ്ക്ക് വികസനം എത്തും. മോദി ആദ്യം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞത് താമര വിരിയും എന്നാണ്. കേരളത്തിൽ ഈ തവണ ഉറപ്പായും താമര വിരിയും. മോദിജി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്നോളം നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്ന എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് സാധാരണ മനുഷ്യന്റെ മനസ്സിലെ ഒരു സങ്കല്പത്തിനനുസരിച്ച് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് പ്രത്യേകിച്ച് ഈ 10-68 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടിരിക്കുന്ന പല പ്രധാനമന്ത്രിമാരും നമ്മുടെ ഇന്ത്യയിൽ വന്നുപോയി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു വ്യക്തിത്വം അത് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന അഭിമാനത്തിന്റെ ഉയരങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു നല്ല പ്രധാനമന്ത്രി കൊണ്ടാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ 140 കോടി ജനങ്ങളുടെ ജനനായകനാണ്. അദ്ദേഹം ഒരു സേവകനായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മോദി വന്നത് ഗുണം തന്നെയാണ്. ഇത്രയും നാളും എല്ലാവരോടും നുണ പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധാരണ മുഴുവൻ പരത്തിക്കൊണ്ടാണ് ഇവിടെ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണം ഇത്രയും നാളും നടന്നുപോയത്. ഇപ്പൊ ജനങ്ങൾ അത് മനസ്സിലാക്കി ഈ വർഗീയതയല്ല, എല്ലാവർക്കും വേണ്ട ഗുണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.